ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഓഗസ്റ്റ് 21 കത്തോലിക്ക സഭ അവർ ലേഡി ഓഫ് നോക്കിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. 1879 ഓഗസ്റ്റ് 21 ഏകദേശം വൈകുന്നേരം 8 മണിക്ക് അയർലൻഡിലെ കോണ്ടിമോയിലെ നോക്ക് ഗ്രാമത്തിൽ നിന്നുള്ള 15 ആളുകൾ അവർ ലേഡി സെൻറ്റ് ജോസഫ്, സെൻറ്റ് ജോൺ ദി ഇവാഞ്ചലിസ്റ്റ് ഒരു കുഞ്ഞാടിൻ്റെയും ഒരു പ്രത്യക്ഷീകരണത്തിന് സാക്ഷ്യം വഹിച്ചു. അവരുടെ ഇടവക പള്ളിയിലെ ഗേബലിൽ മതിലിലെ ഒരു അൽത്താരയിൽ കുരിശ് 2 മണിക്കൂറോളം കോരിച്ചൊരിയുന്ന മഴയിൽ ജപമാല ചൊല്ലി സാക്ഷികൾ ദർശനം നടത്തി. അവർ സ്വയം നനഞ്ഞൊഴുകുകയും ഒരു തുള്ളി മഴ ഭിത്തിയിലോ ദർശനത്തിലോ വീണില്ല. ദർശനത്തിന് 15 ഔദ്യോഗിക സാക്ഷികളുണ്ടായിരുന്നു. അവരിൽ ഭൂരിഭാഗവും നോക്ക് ഗ്രാമത്തിലും പരിസര പ്രദേശങ്ങളിലും നിന്നുള്ളവരും 5 മുതൽ 74 വയസ്സുള്ളവരുമാണ്. ഓരോ സാക്ഷികളും 1879 ഒക്ടോബറിൽ ഒരു അന്വേഷണ കമ്മീഷന് മുമ്പാകെ മൊഴി നൽകി. സാക്ഷിമൊഴികൾ വിശ്വാസയോഗ്യവും തൃപ്തികരവുമാണെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. ആ സാക്ഷികളിൽ നിന്നുള്ള ഒരു സംയോജിത വിവരണം ഇതാ. പള്ളിയുടെ പിൻഭാഗത്തെ മതിൽ മുഴുവനും തിളങ്ങുന്ന വെളിച്ചത്തിൽ കുളിച്ചിരുന്നു. അത് വളരെ അകലെ നിന്ന് കാണാൻ കഴിയും. എല്ലാം നിലത്തുനിന്ന് 2 അടിയോളം ഉയർത്തി ഒരു ബലിപീഠമുണ്ടായിരുന്നു. അതിനു മുകളിൽ ഒരു കുരിശുള്ള ഒരു കുഞ്ഞാട് നിന്നു. ബലിപീഠവും കുഞ്ഞാടും മാലാഖമാരാൽ ചുറ്റപ്പെട്ടു മുകളിൽ ചുറ്റിക്കൊണ്ടിരുന്നു. അവർക്ക് ചുറ്റും സ്വർണ്ണ നക്ഷത്രങ്ങളോ ചെറിയ തിളങ്ങുന്ന വിളക്കുകളോ ഗ്ലാസ് ബോളുകൾ പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. അൽത്താരയുടെ ഇടതുവശത്ത് 3 രൂപങ്ങളുണ്ടായിരുന്നു. ഇടതുവശത്ത് സെൻറ്റ് ജോസഫ്, നടുവിൽ അവർ ലേഡി, വലത്തുവശത്ത് വിശുദ്ധ ജോൺ ദി ഇവാഞ്ചലിസ്റ്റ്. സെൻറ്റ് ജോസഫിൻ്റെയും തലമുടിയിലും താടിയും നരച്ചിരുന്നു. അവൻ മാന്യമായ രീതിയിൽ മേരിയുടെ നേരെ ചാഞ്ഞു. വിശുദ്ധ ജോൺ കുർബാന വസ്ത്രം ധരിച്ച് തലയിൽ ബിഷപ്പിൻ്റെ മിറ്ററും ഇടതു കൈയിൽ ഒരു പുസ്തകവും വലത്തു കൈ ഉയർത്തി അനുഗ്രഹിച്ചു. അവർ ലേഡിക്ക് ജീവനുള്ളവയായിരുന്നു. മറ്റു 2 ആൾ ചെറുതായിരുന്നു. കന്യയുടെ കണ്ണുകൾ കൈകൾ നീട്ടി സ്വർഗത്തിലേക്ക് ഉയർത്തി. മേരി സുന്ദരിയായിരുന്നു. അവൾ ഒരു വെള്ള ഗൗണും മുണ്ടും ധരിച്ചിരുന്നു. ഒരു മൂടുപടം അവളുടെ തലയുടെ പിന്നിൽ നിന്ന് അവളുടെ പാദങ്ങളിലേക്ക് ഒഴുകി. അവളുടെ തലയ്ക്ക് മുകളിൽ ഒരു സ്വർണ്ണ കിരീടമുണ്ടായിരുന്നു. കിരീടത്തിനും തിരശ്ശീലയുടെ അരികിനുമിടയിൽ ഒരു സ്വർണ്ണ റോസാപ്പൂ ഉണ്ടായിരുന്നു. മേരി ഏറെക്കുറെ വിചിത്രമായിരുന്നു. രോഗശാന്തി അത്ഭുതങ്ങൾ തുടങ്ങിയ നിരവധി അത്ഭുതങ്ങൾ ദേവാലയത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യക്ഷപ്പെട്ട് 10 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അത്ഭുതങ്ങൾ ആരംഭിച്ചു. ഡെലിയ ഗോർഡൻ എന്ന പെൺകുട്ടിക്ക് ഇടതു ചെവിയിൽ ബധിരതയും വേദനയും അനുഭവപ്പെട്ടിരുന്നു. ദർശന സ്ഥലം സന്ദർശിക്കുമ്പോൾ അവളുടെ അമ്മ പള്ളിയുടെ ഭിത്തിയിൽ നിന്ന് ഒരു ചെറിയ സിമൻറ്റ് അവളുടെ ചെവിയിലിട്ടു. അതിനുശേഷം കുർബാനയ്ക്കിടെ ഡെലിയയ്ക്ക് അവളുടെ ചെവിയിൽ അസഹനീയമായ വേദന അനുഭവപ്പെട്ടു. തുടർന്ന് അവളുടെ ബധിരത പൂർണ്ണമായും സുഖപ്പെട്ടു. കൂടുതൽ വേദനയില്ല. നാക്കിൽ വർഷങ്ങളോളം നടന്ന 600-ലധികം ഡോക്യുമെൻ്റ് ചെയ്ത അത്ഭുതങ്ങളുടെ ഒരു കേസ് മാത്രമാണിത്. നമ്മുടെ സ്വർഗീയ മാതാവിൻ്റെ ശക്തമായ അത്ഭുതകരമായ മധ്യസ്ഥത്തിൻ്റെ കൂടുതൽ തെളിവാണിത്. 1897 മരണം വരെ ദർശന സമയത്ത് നോക്കിൻ്റെ ഇടവക വികാരിയായിരുന്നു ആർച്ച് ഡീക്കൻ കവാനി. പരിശുദ്ധ മാതാവിനോട് പ്രത്യേക ഭക്തി പുലർത്താൻ അറിയപ്പെട്ടിരുന്ന അദ്ദേഹം വർദ്ധിച്ചു വരുന്ന തീർത്ഥാടകരെ സേവിക്കാൻ അക്ഷീണം പ്രയത്നിച്ചു. ദർശനത്തിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആർച്ച് ഡീക്കൻ കവാനി തൻ്റെ ഇടവകക്കാരെ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി 100 കുർബാനകൾ നടത്താനുള്ള തൻ്റെ പദ്ധതിയെ അറിയിച്ചു. അത് നമ്മുടെ പരിശുദ്ധ അമ്മ പ്രകാശനം ചെയ്തു. ദർശനത്തിന് തൊട്ടു മുമ്പ് ഈ കുർബാനകൾ പൂർത്തിയാക്കി. പ്രത്യക്ഷനെ തുടർന്ന് ആർച്ച് ഡീക്കൻ്റെ ജോലിഭാരം ഗണ്യമായി വർദ്ധിച്ചു. അവൻ്റെ ദൈനംദിന കുർബാനകളുടെയും കുമ്പസാരങ്ങളുടെയും എണ്ണം വർദ്ധിച്ചു. അവൻ്റെ കത്തിടപാടുകൾ വളരെയധികം വർദ്ധിച്ചു. അദ്ദേഹം സംഭവിച്ച രോഗശാന്തി അത്ഭുതങ്ങളുടെയും ഒരു ഡയറി സൂക്ഷിക്കുകയും പതിവായി പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്തു. ആർച്ച് ഡീക്കൻ കവാനി വിനയം, സൗമ്യത, ഭക്തി എന്നിവയ്ക്ക് പരക്കെ അറിയപ്പെടുന്നു. 1897
ഡിസംബർ 8 അദ്ദേഹം ഒരു വിശുദ്ധ മരണമടഞ്ഞു. പടിഞ്ഞാറൻ അയർലൻഡിലെ കൗണ്ടി മായുലിലാണ് നോക്ക് ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ഓരോ വർഷവും 1.5 ദശലക്ഷത്തിലധികം തീർത്ഥാടകർ സന്ദർശിക്കുന്ന ദേശീയ മരിയൻ ദേവാലയമാണിത്. ദർശനങ്ങളുടെ കാലം മുതൽ പരിശുദ്ധ മാതാവിൻ്റെ സ്വർഗീയ സഹായം തേടുന്നതിനായി സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്നും ഉള്ള ധാരാളം തീർത്ഥാടകർ ദേവാലയത്തിലേക്ക് പുറപ്പെട്ടു. നിരവധി തീർത്ഥാടകർക്ക് നിരവധി രോഗശാന്തികളും പരിവർത്തനങ്ങളും അനുഭവപ്പെട്ടിട്ടുണ്ട്. തിരക്കുപിടിച്ച ജീവിത കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി വിശ്രമിക്കാൻ കഴിയുന്ന ഒരു വലിയ സമാധാന സ്ഥലമാണിത്. എല്ലാ ക്രിസ്ത്യാനികൾക്കും പ്രത്യാശയുടെ ശക്തമായ സന്ദേശമാണ് നോക്കിൻ്റെ പ്രത്യക്ഷീകരണം. കുർബാനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും സുവിശേഷത്തിൻ്റെ സന്ദേശം ജീവിക്കുന്നതിനെക്കുറിച്ചും എളിമയോടെയും ആത്മവിശ്വാസത്തോടെയും പ്രാർത്ഥനയിൽ സ്വർഗത്തിലേക്കുള്ള കണ്ണുകൾ ഉയർത്താനും അത് നമ്മെ ക്ഷണിക്കുന്നു. അവർ ലേഡി ഓഫ് നോക്ക് നിരവധി തീർത്ഥാടകർക്ക് പ്രത്യാശയും രോഗശാന്തിയും നൽകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. അവർ ലേഡി ഓഫ് നോക്ക്, അയർലൻഡിലെ രാജ്ഞി, നിങ്ങളുടെ ആളുകൾക്ക് ദുരിതകാലത്ത് പ്രത്യാശ നൽകുകയും ദുഃഖത്തിൽ അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ചോദിച്ചാൽ ലഭിക്കും, അന്വേഷിച്ചാൽ കണ്ടെത്തും എന്ന വാഗ്ദാനം ഓർത്തുകൊണ്ട് അങ്ങയുടെ ദിവ്യപുത്രനോട് ആത്മവിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ അങ്ങ് എണ്ണമറ്റ തീർത്ഥാടകരെ പ്രചോദിപ്പിച്ചു. നാം എല്ലാവരും സ്വർഗത്തിലേക്കുള്ള വഴിയിലുള്ള തീർത്ഥാടകരാണെന്ന് ഓർമ്മിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തുവിലുള്ള എൻ്റെ സഹോദരന്മാരോട്, പ്രത്യേകിച്ച് എന്നോടൊപ്പം വസിക്കുന്നവരോട് എന്നിൽ സ്നേഹവും ആദരവും നിറയ്ക്കണമേ. ഞാൻ രോഗിയോ ഏകാന്തതയോ വിഷാദമോ ആയിരിക്കുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കണമേ. വിശുദ്ധ കുർബാനയിൽ കൂടുതൽ ഭക്തിയോടെ എങ്ങനെ പങ്കെടുക്കാമെന്ന് എന്നെ പഠിപ്പിക്കണമേ. ഇപ്പോഴും എൻ്റെ മരണത്തിൻ്റെ അവസാനത്തിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി,
കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.